സ്വാഗതം ടോപ് 10ലേക്ക്. അങ്ങനെ പൂച്ച പെറ്റുകിടന്ന ഖജനാവിന്റെ വിശേഷങ്ങൾ പുറത്തു വന്നു. സംസ്ഥാന ചരിത്രത്തിലെ 4ാമത്തെ ധവളപത്രം വി ഡി സർക്കാർ ഇന്ന് പുറത്തിറക്കിയപ്പോൾ അതിന്റെ ബാക്കി പത്രം, അതിന്റെ സ്റ്റാറ്റസ് റിപ്പോർട്ടൊക്കെ ഇങ്ങനെയാണ്. ട്രഷറി പ്രതിസന്ധി അതിരൂക്ഷം. KSRTC, KCB, കേരള ജല അതോറിറ്റി തുടങ്ങിയവയെല്ലാം വലിയ നഷ്ടത്തിൽ. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ. കിഫ്ബി ഒരു പ്രത്യേക സാമ്രാജ്യം പോലെ, സമാന്തര സർക്കാർ പോലെ. പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് പോലെ ഉമ്മാക്കിയല്ല, മറിച്ച് ഇടതു സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ധനകാര്യ വീഴ്ചയുടെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന് നേർക്കുള്ള ഒരു കണ്ണാടിയാകുന്നു ഈ ധവളപത്രം, ഈ റിപ്പോർട്ട്. വരുമാനത്തിൻ്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്ക് വകമാറ്റുമ്പോൾ വികസനത്തിന് പണം കണ്ടെത്തുന്നതും വകമാറ്റുന്നതും എങ്ങനെയാണ്? ശരിക്കും ഒരു വേക്കപ്പ് കോളായി തന്നെ കണ്ടില്ലെങ്കിൽ, നടപടികൾ എടുത്തില്ല എങ്കിൽ നമ്മൾ കടന്നു പോകാനിരിക്കുന്നത് അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വിശദമായ റിപ്പോർട്ടുകളൊക്കെ കാണാം. ആദ്യം ഹെഡ്ലൈൻസ്. കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കൂടി കണ്ണാടിയാണ്. അത് ഉമ്മാക്കിയല്ല, ഞങ്ങൾ ആരെയും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തില്ല, കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കണം സാർ. സംസ്ഥാനം നേരിടുന്നത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി എന്ന് വി ഡി സർക്കാരിന്റെ ധവളപത്രം. ആകെ കടബാധ്യത 5,07,000 കോടി രൂപ. കിഫ്ബി സമാന്തര സർക്കാരായി പ്രവർത്തിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി. പൊതുമേഖലയിലെ നഷ്ടം നികത്താൻ സ്വകാര്യ സഹകരണ പങ്കാളിത്തത്തിന് ശുപാർശ. വിരമിക്കൽ പ്രായം കൂട്ടാനും ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കാനും നിർദ്ദേശം. ധവളപത്രം ഉമ്മാക്കിയല്ലെന്നും LDF ഭരണത്തിന് നേർക്കുള്ള കണ്ണാടിയെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൊതുമേഖലാ പുനഃസംഘടനയിലൂടെ ലക്ഷ്യമിടുന്നത് വിറ്റഴിക്കലെന്ന് പ്രതിപക്ഷം. വേക്കപ്പ് കോൾ എന്ന് BJP. ജോർജ് കുര്യന് രാജ്യസഭാ സീറ്റില. കേന്ദ്രമന്ത്രിസ്ഥാനം നഷ്ടമായേക്കും. കോൺഗ്രസിന്റെ TVK പിന്തുണയിൽ ഇടഞ്ഞ് സ്റ്റാലിൻ. തിങ്കളാഴ്ച ഇന്ത്യ സഖ്യം വിളിച്ച യോഗത്തിൽ പങ്കെടുക്കില്ല. ബംഗാളിൽ തകർന്നടിഞ്ഞു മമത. ഇന്നത്തെ യോഗത്തിനെത്തിയത് 2 നേതാക്കൾ മാത്രം. BJPയുമായി ചർച്ച നടത്തി 20-ലേറെ TMC MPമാർ. സംസ്ഥാനത്ത് കാലവർഷ പെയ്ത്ത് തുടങ്ങി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഓറഞ്ച് അലർട്ട്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. CMRL ഹർജിയിൽ നാളെ ഹൈക്കോടതി വിധി വരാനിരിക്കെ ED ഡയറക്ടർ കൊച്ചിയിൽ. നാളെ ഉന്നതതല യോഗം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ADGP MR അജിത് കുമാറിന്റെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാരെ ചോദ്യം ചെയ്ത് SIT. ADM നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കും. മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനത്തിനും ഉത്തരവ്. മലയിടം തുരുത്ത കുടിയൊഴിപ്പിക്കലിന് ഈ മാസം 16 വരെ സമയം. ഇനി സമയം അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ചികിത്സാ പിഴവ്. രോഗി മരിച്ചത് കിഡ്നി മാറി ശസ്ത്രക്രിയ ചെയ്തതോടെയെന്ന് ബന്ധുക്കൾ. ഡോക്ടർ കൈക്കൂലി വാങ്ങിയെന്നും ആരോപണം. നിഷേധിച്ച് ആശുപത്രി അധികൃതർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ ഡോക്ടർക്ക് സസ്പെൻഷൻ. ത്യാഗവും നിസ്വാർത്ഥവും പരിശീലിക്കാൻ ജീവിതം ചിട്ടപ്പെടുത്തുമ്പം നമ്മൾ അറിയാതെ തന്നെ സുഹൃത്തുക്കൾക്ക് നടക്കും. നമുക്ക് ചുറ്റുമുള്ളവരോട് കാരുണ്യം വേണമെന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. പങ്കിട്ടെടുക്കൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നും അമ്മ. തൃശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാന മഹോത്സവം ഇന്ന് സമാപിക്കും. അമ്മയുടെ അനുഗ്രഹം തേടി ഭക്തജനപ്രവാഹം. ഊർജ്ജരംഗത്ത് സഹകരണം ശക്തമാക്കാൻ വെനിസ്വേലൻ പ്രസിഡന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനം. ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ തുടരും. ഇറാനെതിരായ യുദ്ധത്തിൽ ട്രംപിന് തിരിച്ചടി. അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി ലഭിക്കും വരെ ആക്രമണം നിർത്തിവെക്കണമെന്ന് ജനപ്രതിനിധി സഭ. പ്രസിഡന്റിന്റെ യുദ്ധാധികാരങ്ങൾ തടയണമെന്ന പ്രമേയത്തിന് അംഗീകാരം.
ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ റഷ്യൻ താരം മിറ ആൻഡ്രീവ ഫൈനലിൽ മാർത്ത കോസ്റ്റ്യൂക്കിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന പരമ്പരയിൽ വിരാട് കോഹ്ലി കളിക്കില്ല. പകരം സഞ്ജു സാംസണെ പരിഗണിച്ചേക്കും. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ നിലപാട് കടുപ്പിച്ച് CPI. പാർട്ടി അഭിമാനം CPMന് മുന്നിൽ അടിയറവ് വെക്കേണ്ടതില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. വിട്ടുവീഴ്ച ചെയ്ത് ഐക്യം നിലനിർത്തേണ്ട സാഹചര്യമില്ലെന്നും വിലയിരുത്തൽ. ആരുടെയും ആത്മാഭിമാനം അടിയറവ് വെക്കേണ്ടെന്നും എല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും MV ഗോവിന്ദൻ. സ്റ്റോറി ഓഫ് ദ ഡേ കാണാം. സന്ദേശങ്ങൾ ഓടിയെത്തിയിരുന്ന കാലം. VD സർക്കാർ ഇന്ന് പുറത്തുവിട്ട ധവളപത്രത്തിലൂടെ വ്യക്തമാകുന്നത് സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന ചിത്രം. 5.07 ലക്ഷം കോടി രൂപ കേരളത്തിന്റെ ആകെ കടബാധ്യത. ട്രഷറി പ്രതിസന്ധി അതിരൂക്ഷം. ആകെയുള്ളത് 2000 കോടി മാത്രമാണ്. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചിലവിനായി മാറ്റിവെക്കേണ്ട സാഹചര്യം. പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് പോലെ ധവളപത്രം ഉമ്മാക്കിയല്ല തന്നെ, മറിച്ച് 10 വർഷത്തെ LDF ഭരണത്തിന്റെ കണ്ണാടിയെന്ന മുഖ്യമന്ത്രി VD സതീശനും. പക്ഷേ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കേരളത്തിന്റെ കടബാധ്യതയെക്കുറിച്ച് ആരോപിച്ചത് മുഴുവൻ തെറ്റെന്ന് തെളിഞ്ഞുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ പക്ഷം. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം കടന്നുപോകുന്നുവെന്നാണ് UDF സർക്കാർ പുറത്തിറക്കിയ ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നത്. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചിലവിനായി ഉപയോഗിക്കുന്നു. ട്രഷറി കടുത്ത പ്രതിസന്ധിയിലാണ്. 2000 കോടി രൂപ മാത്രമാണ് ട്രഷറിയിലുള്ളത്. കിഫ്ബിക്ക് 21,000 കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. 48,733 കോടി രൂപയുടെ കടബാധ്യത കുടിശ്ശിക പുതിയ സർക്കാർ ഏറ്റെടുക്കുന്നു. 21,670 കോടി രൂപ ജീവനക്കാരുടെ DA കുടിശ്ശിക. 14,387 കോടി പെൻഷൻകാരുടെ DR ബാധ്യത. കരാറുകാർ, സപ്ലൈകോ, കാരുണ്യ തുടങ്ങിയ കുടിശ്ശിക 48,733 കോടി രൂപ. വികസനത്തിനുള്ള മൂലധന ചെലവ് രാജ്യത്തെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ. KSRTC, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ വലിയ നഷ്ടം നേരിടുന്നു. കടമെടുപ്പ് വികസനത്തിന്, വളർച്ചാ തിരിച്ചടവിനും എന്ന അടിസ്ഥാന തത്വം കേരളം ലംഘിക്കുന്നുവെന്ന് ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നു. 35,000 കോടി രൂപയുടെ പദ്ധതികൾക്കും ഇനി പണം കണ്ടെത്തേണ്ടതുണ്ട്. ധവളപത്രം ഉമ്മാക്കിയാണെന്ന് വിമർശിച്ച പ്രതിപക്ഷ നേതാവിനോട് 10 വർഷം ഭരിച്ച ഇടത് സർക്കാരിന് നേരെയുള്ള കണ്ണാടിയാണെന്ന് മുഖ്യമന്ത്രി. 10 കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കൂടി കണ്ണാടിയാണ്. അത് ഉമ്മാക്കിയല്ല. ഞങ്ങൾ ആരെയും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തില്ല. കണ്ണാടിയാണ്. അതേസമയം പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ കേരളത്തിന്റെ കടബാധ്യതയെക്കുറിച്ച് പെരുപ്പിച്ചു കാട്ടിയ കണക്കുകളെല്ലാം കള്ളമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞുവെന്ന മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. അദ്ദേഹം കഴിഞ്ഞ വർഷം നിങ്ങളോട് പറഞ്ഞ പത്രസമ്മേളനത്തിലെ വാർത്തയാണിത്. 6 ലക്ഷം കോടിയാണ് കേരളത്തിന്റെ കടം എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഇതുപോലെ മന്ത്രി എന്ന നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ വർഷമൊക്കെ 6 ലക്ഷം കോടിയൊന്നുമില്ല, 4,80,000 കോടിയാണ് വരിക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല, ഇതൊക്കെ എനിക്കറിയാം എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 5,07,000 കോടിയാണ് കേരളത്തിൻ്റെ ആകെ കടമെന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ കടമല്ല, 13ാമത് സ്ഥാനമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നത് ശരിയാണ് എന്ന് വരാൻ ഒരു കാര്യമായി. 19-ാം തീയതി UDF സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റിനെ ഏറെ സ്വാധീനിക്കുന്ന കണക്കുകളാണ് ധവളപത്രത്തിലൂടെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള നിർദ്ദേശങ്ങളും ശുപാർശകളും ഒക്കെ ഈ ധവളപത്രത്തിലുണ്ട് കേട്ടോ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം നികത്താൻ സ്വകാര്യ സഹകരണ പങ്കാളിത്തം വേണമെന്ന ധവളപത്രത്തിൽ ശുപാർശയുണ്ട്. വിരമിക്കൽ പ്രായം കൂട്ടാനും ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം പൊതുമേഖലാ പുനഃസംഘടനയിലൂടെ വിറ്റഴിക്കലാണ് ലക്ഷ്യമിടുന്നതെന്നും KCBയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ആരോപിച്ചു. നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനമെന്ന് ധവളപത്രം പറയുന്നു. വൻതോതിൽ സ്വകാര്യ നിക്ഷേപത്തിന് സാഹചര്യമൊരുക്കണമെന്നും സ്വകാര്യ സഹകരണ പങ്കാളിത്തം കൂട്ടണമെന്നും നിർദ്ദേശം. ശമ്പളം, പെൻഷൻ, വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന്റേതിന് തുല്യമായി ഉയർത്തണം. ശമ്പള കമ്മീഷൻ 10 വർഷത്തിലൊരിക്കലാക്കണം. ഉന്നത വിദ്യാഭ്യാസം, AI, അപൂർവ ധാതുക്കളുടെ വികസനം എന്നിവയിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കണം. KSEB, ജല അതോറിറ്റി, KSRTC എന്നിവ സംസ്ഥാനത്തിന്റെ വിഭവങ്ങൾക്ക് ബാധ്യതയായി. 3 പതിറ്റാണ്ടായി KSEBയുടെ വൈദ്യുതി തീരുവ സർക്കാരിലേക്ക് അടയ്ക്കുന്നില്ല എന്നും ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നു. വൈദ്യുതി മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്കും
കേന്ദ്ര പൊതുമേഖലാ നിക്ഷേപങ്ങൾക്കും അനുമതി നൽകണം. ഭൂപരിഷ്കരണ തൊഴിൽ നിയമങ്ങൾ മാറ്റണം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും ബെവ്കോയും ലയിപ്പിക്കണം. കെ ഫോണിൽ സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാകണം. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളും സ്ഥാപനങ്ങളും തുറക്കണം. ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിക്കണമെന്നും ശുപാർശയുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് പെൻഷൻ കമ്പനിയിൽ നിന്ന് മാറ്റി നേരിട്ട് നൽകണമെന്നും ശുപാർശ. അതേസമയം സ്വകാര്യ പങ്കാളിത്തത്തിനും വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിനുമുള്ള ശുപാർശകൾക്കെതിരെ പ്രതിപക്ഷം രംഗത്തുവന്നു. വൈദ്യുതി, വിമാനത്താവളം, തുറമുഖ മേഖലകൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന് ആരോപിച്ചു. പൊതുമേഖലാ പുനഃസംഘടനയിലൂടെ വിറ്റഴിക്കലാണ് ലക്ഷ്യമിടുന്നതെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. സർക്കാർ ജീവനക്കാർക്കൊരു വിസ്മയം പറഞ്ഞിട്ടുണ്ട്. അത് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതായിരിക്കും. 6000 കോടി രൂപ ഒരു വർഷം കിട്ടുമെന്നുള്ള കണക്കും അതിനകത്തുണ്ട്. എന്തായാലും അവർ തീരുമാനിക്കട്ടെ, അതിനെപ്പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ വരട്ടെ. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് PSUs കൃത്യമായി മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഈ ഡോക്യുമെന്റിൽ നിന്ന് കാണുന്നത്. വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഞങ്ങളുടെ മതി, കാരണം കൂടുതലും PSUs ഉണ്ട്, അത് വിറ്റിട്ട് അതിൻ്റെ പണം മേടിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 മേഖലകളാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങളടുത്ത 5 6 വർഷം കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നോക്കിക്കോളൂ, ഇലക്ട്രിസിറ്റി മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള ഡയറക്ഷൻ ഈ രേഖയിലുണ്ട്. എന്നാൽ വിരമിക്കൽ പ്രായം ഉയർത്തുന്നതും പൊതുമേഖലയിലെ സ്വകാര്യ പങ്കാളിത്തവുമൊക്കെ ശുപാർശകൾ മാത്രമാണെന്നും സർക്കാർ അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്നുമാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ കിഫ്ബിക്കെതിരെ രൂക്ഷ വിമർശനം. കിഫ്ബി സമാന്തര സർക്കാരായി പ്രവർത്തിച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ ആരോപിക്കുന്നത്. സ്വന്തമായി വരുമാനമില്ലാത്തതിനാൽ കിഫ്ബിക്ക് 21,000 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവ് ബാധ്യതയുണ്ട്. കിഫ്ബി പൊളിച്ചെഴുതേണ്ടി വരുമെന്നും വിദഗ്ധ പഠനം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കിഫ്ബി ഒരു നല്ല മാർഗമാണെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ടെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാലും ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ കിഫ്ബിക്കെതിരെ അതിരൂക്ഷ വിമർശനം. കിഫ്ബിയുടെ വായ്പകൾ സർക്കാരിന് വലിയ ബാധ്യതയാകുമെന്നും പൂർണ്ണമായും ബജറ്റ് നിയന്ത്രണത്തിലാക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ബജറ്റിന് പുറത്ത് വികസന ഫണ്ട് കണ്ടെത്താൻ രൂപീകരിച്ച കിഫ്ബിയുടെ വായ്പകൾ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പൊതു കടപരിധിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തമായി വരുമാനമില്ലാത്തതിനാൽ 21,000 കോടി രൂപയുടെ അധിക വായ്പാ തിരിച്ചടവ് പൂർണ്ണമായും പുതിയ സർക്കാരിന്റെ മേലിലായി. കൂടാതെ കിഫ്ബിക്ക് വായ്പ എടുക്കാൻ 1 മുതൽ 1.5% അധിക പലിശ നൽകേണ്ടി വരുന്നു. കിഫ്ബി പദ്ധതികളുടെ വിതരണത്തിൽ പോലും പ്രാദേശികമായ അസമത്വമുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കണ്ണൂർ ജില്ലയിൽ മാത്രം ആകെ തുകയുടെ 20% അനുവദിച്ചുവെന്നാണ് പറയുന്നത്. കിഫ്ബി സമാന്തര സർക്കാരായി പ്രവർത്തിച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും കിഫ്ബിയിൽ ഒരു പൊളിച്ചെഴുത്ത് വേണ്ടിവരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത് സർക്കാരിന് പുറത്താണ് പ്രവർത്തിച്ചിരുന്നത്. ധനകാര്യ വകുപ്പിനെ പോലും അറിയിക്കാതെ പ്രത്യേക സാമ്രാജ്യമായിരുന്നു കിഫ്ബിയുടെ സാമ്രാജ്യം. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, ക്യാബിനറ്റും തീരുമാനിച്ചിട്ടുണ്ട്, അത് ഒരു പഠനം നടത്തി എന്താണ് ചെയ്യേണ്ടത്, ദോഷകരമല്ലാത്ത രീതിയിൽ ഒരു തീരുമാനം കിഫ്ബിയുടെ കാര്യത്തിലുണ്ടാവും പഠനം നടത്തിയതിനു ശേഷം. അതേസമയം കിഫ്ബി നല്ലൊരു മാർഗമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുവെന്നും കിഫ്ബിയെ ദുർബലപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. ഇപ്പോൾ ഒരു വർഷം 40,000 കോടിയാണ് സ്റ്റേറ്റിന് കടമെടുക്കാനുള്ളത്. കിഫ്ബി 5,000 കോടി എടുക്കുന്നു. അത് 40,000 നമുക്ക് കിട്ടും, പിന്നെ 5,000 എക്സ്ട്രായി കിട്ടും. എന്നിട്ട് കിഫ്ബി അടച്ചു തീർക്കണം. അതിനു പകരം 2022 മുതൽ അവർ ഈ 5,000 കോടി നമ്മുടെ ഈ 40,000 പിടിച്ചു. അപ്പോൾ നമുക്ക് എഫക്റ്റീവ്ലി കിട്ടുന്നത് 35,000 ആയി. പിന്നെ ബാക്കി കിഫ്ബി. ഈ ഒരു പ്രശ്നം നമ്മളെ ബാധിച്ചിട്ടുണ്ട് സാമ്പത്തികമായി. പക്ഷെ അത് തുടങ്ങി വെച്ച വർക്കുകൾ മുന്നോട്ട് പോവുകയും ഈ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിന് നമ്മൾ കിഫ്ബി എന്ന് പറയുന്നതിനെ ദുർബലപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ കിഫ്ബി ദുർബലപ്പെടുത്താനായിട്ടുള്ള ശ്രമം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. കിഫ്ബിയിൽ പിടിമുറുക്കാൻ തന്നെയാണ് UDF സർക്കാരിന്റെ തീരുമാനം. ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കിഫ്ബിക്കെതിരായ മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനത്തിൽ പ്രതികരണവുമായി മുന്നറിയിപ്പുമായി തോമസ് ഐസക്. മുൻ ധനമന്ത്രി കൂടിയാണ് തോമസ് ഐസക് രംഗത്തെത്തി. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികൾ പലതും അവതാളത്തിലാകുമെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും പൂട്ടുമെന്നും തോമസ് ഐസക് മുന്നറിയിപ്പ് നൽകുകയാണ്. പശ്ചാത്തല വികസന കുതിപ്പിന് കടിഞ്ഞാൺ വീഴും. ധനപ്രതിസന്ധിയുടെ മർമ്മം കേന്ദ്ര സംസ്ഥാന ബന്ധം തന്നെയാണെന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. ഈ ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. പശ്ചാത്തല സൗകര്യ നിർമ്മാണം അത് വലിയ മന്ദഗതിയിലാവും. പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവയുടെ സ്വകാര്യവൽക്കരണം
ധവളപത്രത്തിലെ കാര്യങ്ങൾ, പരാമർശങ്ങൾ ഇതൊക്കെ പൊതുമേഖലയെ കൈയൊഴിയുന്ന തരത്തിലാണെന്നാണ് മുൻമന്ത്രി പി രാജുവിന്റെ ആക്ഷേപം. KSRTC, KSEB ഉൾപ്പെടെ നഷ്ടമാണ് എന്ന് പറഞ്ഞ് സ്വകാര്യവൽക്കരണമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം ആരോപിച്ചു. ആളുകളാണെങ്കിൽ അവര് എത്രയാണോ ആ സഞ്ചാരത്തിന് ആവശ്യമായി വരുന്ന ചെലവ് അത് യാത്രക്കാർ പൂർണ്ണമായിട്ട് വഹിക്കുക. ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, നേരത്തെ കോൺഗ്രസ് തന്നെ എതിർത്തിരുന്ന ചില ഭാഗങ്ങളുണ്ട്, അത്തരത്തിലൊരു ട്രാൻസ്ഫർ സംവിധാനം കൊണ്ടുവരാം. വാട്ടർ അതോറിറ്റിയും അങ്ങനെ തന്നെ. അങ്ങനെ പൂർണ്ണമായിട്ടും നവ ഉദാരവൽക്കരണ നയങ്ങളുടെ പുതിയ കാലത്തിൻ്റെ പ്രയോഗമാണ് ഈ തലസ്ഥിതി റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. BJPയുടെ പ്രതികരണവും ഇന്ന് രംഗത്ത് വന്നു. ഇടതുവലത് സർക്കാർ 5 വർഷം കൂടുമ്പോൾ ധവളപത്രം ഇറക്കുകയും പരസ്പരം പഴിചാരുകയും ചെയ്യുന്നത് പതിവാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നു. സ്വന്തം പരാജയം മറച്ചുവെക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്ക് ഇവരുടെ വിവാദങ്ങളോ നാടകങ്ങളോ പ്രസൻറ്റേഷനോ സോഷ്യൽ മീഡിയ റീൽസോ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി ഈ ഡോക്യുമെൻ്റ് വായിക്കുക. നമ്മളുടെ ഭാവി എങ്ങനെയാണ് ഒരു പുതിയ രീതി, ഒരു പുതിയ ഇക്കണോമിക് തന്ത്രം, ഒരു പുതിയ സ്ട്രാറ്റജി എങ്ങനെ ഉണ്ടാക്കണം, നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ ജനങ്ങളുടെ ഭാവിക്ക്, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്, നമ്മൾ ചർച്ച ചെയ്യണം. ഒടുവിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: വകുപ്പിനെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അതീവ രഹസ്യ സ്വഭാവമുള്ള സാമ്പത്തിക കണക്കുകൾ പുറത്തുവിട്ട മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ വിചിത്രമാണ്. തെറ്റുകൾ മറച്ചുവെക്കാൻ അദ്ദേഹം വീണെടുത്ത് കിടന്ന് ഉരുളുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഒരു വീണെടുത്തുനിന്ന് ഉരുളലാണ്. നമ്മുടെ സംസ്ഥാനം ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റായിരുന്നു. ഇതാണ് ശരിയായ ധവളപത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, അത് വിചിത്രമായൊരു വാദമാണ്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിന്റെ വാദത്തെ തള്ളുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. ഒരു ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്, ഒരു രേഖയും ഒരു തരത്തിലും പുറത്തുപോയിട്ടില്ല എന്നും VD സതീശൻ സഭയെ അറിയിച്ചു. നിയമസഭ നടപടിക്രമങ്ങളുടെ ഒരു ലിസ്റ്റ് നിയമസഭ പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് മേശപ്പുറത്ത് വയ്ക്കുന്ന ഒരു കടലാസ് എന്ന ഐറ്റത്തിലാണ് ഞാൻ ഈ ധവളപത്രം മേശപ്പുറത്ത് വെച്ചത്. അത് വയ്ക്കുക എന്നത് സ്പീക്കറുടെ അനുവാദത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. അത് വെച്ചതിന് ശേഷമാണ് അതിന് ശേഷമുള്ള എന്തെങ്കിലും ഒബ്ജക്ഷൻ 303 എന്തെങ്കിലും അവതരിപ്പിക്കുന്നത്. ഉടൻ നടക്കാനിരിക്കുന്ന കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ നിന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ ഒഴിവാക്കും. BJP പുറത്തിറക്കിയ രാജ്യസഭയിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ജോർജ് കുര്യന്റെ പേരില്ല. തരുൺ ചുഗ്, രജനീഷ് അഗർവാൾ എന്നിവരെയാണ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. ജ്യോതിരാദിത്യ സിന്ധ്യ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഒഴിവ് വന്ന സീറ്റിൽ 2024 ജൂണിൽ മധ്യപ്രദേശിൽ നിന്നാണ് ജോർജ് കുര്യൻ രാജ്യസഭാ MP ആകുന്നത്. ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീര, ന്യൂനപക്ഷകാര്യ വകുപ്പുകളുള്ള ചുമതലയുള്ള സഹമന്ത്രിയാണ് അദ്ദേഹം. 10 സംസ്ഥാനങ്ങളിലെ 24 സീറ്റുകളിലും 2ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകളുമാണ് ഈ മാസം 18-ന് നടക്കുന്നത്. 18-ന് തന്നെ ഫലവും പ്രഖ്യാപിക്കും. പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ. 8-ാം തീയതി ഡൽഹിയിൽ ചേരുന്ന പ്രതിപക്ഷ സഖ്യ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK തീരുമാനിച്ചു. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം TVKയെ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് പിന്തുണച്ചതാണ് DMK നേതാക്കളെ പ്രകോപിപ്പിച്ചത്. ഇതിനോടകം തന്നെ പാർലമെന്റിൽ പ്രത്യേക ഇരിപ്പിടം വേണമെന്ന് DMK ആവശ്യപ്പെട്ടിട്ടുണ്ട്. DMKയുടെ പിന്മാറ്റം പ്രതിപക്ഷ സഖ്യത്തിന് വലിയ വെല്ലുവിളി തന്നെയാണ്. വല്ലാത്ത തകർച്ചയിലേക്കും പതനത്തിലേക്കുമൊക്കെ കൂപ്പുകുത്തി ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്. പാർട്ടിയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് 2 നേതാക്കൾ മാത്രമാണ്. എന്തായാലും നിയമസഭാ കക്ഷി ഉപദേഷ്ടാവായി മമതയെ ക്ഷണിക്കും. ഒപ്പം പാർട്ടി പിളർത്താൻ ഉദ്ദേശമില്ല എന്നും പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ഋതുബ്രത ബാനർജി വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ എവിടേക്ക് ചേക്കേറണമെന്ന് പരക്കം പായുന്ന MPമാർക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചിരിക്കുകയാണ് BJP. ബംഗാളിൽ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സംഭവ വികാസങ്ങളാണ് തൃണമൂൽ കോൺഗ്രസിനുള്ളിലുണ്ടായത്.
ഋതുപ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതിന് പിറകെ പാർട്ടിയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മമത വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് 2 നേതാക്കൾ മാത്രമാണ്. ആകെ 80 തൃണമൂൽ MLA-മാരിൽ 60 പേരുടെയും പിന്തുണ ഋതുപ്രത ബാനർജിക്കൊപ്പമാണ്. ബാക്കി MLA-മാരും മുതിർന്ന നേതാക്കളും ഒന്നുകിൽ വിമതപക്ഷത്തിനൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ പാർട്ടി വിട്ട് BJP-യിൽ ചേരാനും സാധ്യതയുണ്ട്. പാർട്ടി ഋതുപ്രത ബാനർജി പിടിച്ചെടുത്തതോടെ തൃണമൂലിൻ്റെ ഔദ്യോഗിക ചിഹ്നവും പേരും മമതാ ബാനർജിക്ക് നഷ്ടമായേക്കും. അതേസമയം പാർട്ടി പിളർത്താൻ ഉദ്ദേശമില്ലെന്നും മമതാ ബാനർജിയെ നിയമസഭാ കക്ഷി ഉപദേഷ്ടാവായി ക്ഷണിക്കുമെന്നും ഋതുപ്രത ബാനർജി അറിയിച്ചു. തൃണമൂൽ MP-മാരും മമതാ ബാനർജി വിഭാഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അതേസമയം 8-ാം തീയതി ഡൽഹിയിൽ ചേരുന്ന പ്രതിപക്ഷ സഖ്യ കക്ഷികളുടെ യോഗത്തിൽ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും പങ്കെടുക്കും. നേരത്തെ ബംഗാളിൽ ഭരണമുണ്ടായിരുന്നപ്പോൾ ഇന്ത്യ സഖ്യത്തെയും കോൺഗ്രസിനെയും വിമർശിക്കുന്ന നിലപാടായിരുന്നു മമത സ്വീകരിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വൈകിയെത്തിയെങ്കിലും ആഞ്ഞടിച്ചെത്തിയിരിക്കുകയാണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം. സംസ്ഥാനത്ത് മഴയുടെ ഭാവം മാറുന്നു. മഴ മുന്നറിയിപ്പുകൾ മാറി മറിഞ്ഞു വരുന്നു. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്. പതിവിലും 3 ദിവസം വൈകിയാണ് ഇത്തവണ കാലവർഷം എത്തിയത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 8-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ ഉയർത്തി. നാളെ വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തെക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ജൂൺ 6 വരെ ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റും വ്യാപകമായ മഴയ്ക്കൊപ്പം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കിയിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം തകർന്നു വീണു. സംഭവത്തിൽ ആളപായമില്ല. അപകടം നടക്കുന്ന സമയത്ത് കെട്ടിടത്തിൽ തൊഴിലാളികൾ ആരും ഉണ്ടായിരുന്നില്ല. പാമ്പനാർ സ്വദേശി ആഗ്നൽ എന്നയാളുടെ കെട്ടിടമാണ് ഇത്. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിനു കാരണമെന്നാണ് നിഗമനം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ നിർണായക യോഗം നാളെ കൊച്ചിയിൽ ചേരും. ഉന്നതതല യോഗത്തിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മേധാവി രാഹുൽ നവീൻ കൊച്ചിയിലെത്തി. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. CMRL എക്സാലോജിക് ഇടപാട് കേസിലെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ നാളെയാണ് ഹൈക്കോടതി വിധി പറയുക. CMRL എക്സാലോജിക് ഇടപാട് സംബന്ധിച്ച അന്വേഷണം ഏറ്റവും നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ സുപ്രധാന യോഗം കൊച്ചിയിൽ ചേരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മേധാവി രാഹുൽ നവീൻ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട ഇതുവരെ നടന്ന അന്വേഷണവും ലഭിച്ച തെളിവുകളുമെല്ലാം യോഗം വിശദമായി പരിശോധിക്കും. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് യോഗം ചേരുന്നത്. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ പരിശോധന കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ED ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് CPM പ്രവർത്തകർ ആക്രമിച്ചത്. ഈ സംഭവത്തിൽ CPM-ന്റെ പ്രധാന നേതാക്കളെ കൂടി പ്രതി ചേർക്കണമെന്ന നിലപാട് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. യോഗത്തിൽ ഇത് സംബന്ധിച്ച സുപ്രധാന തീരുമാനം കൈക്കൊണ്ടേക്കും. അതേസമയം കേസിലെ ED അന്വേഷണം തടയണമെന്ന CMRL ഹർജിയിൽ ഹൈക്കോടതി വിധി പറയുകയും ചെയ്യുന്നുണ്ട്. ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനത്തിനനുസരിച്ച് കേസിലെ തുടർ നടപടികൾ എങ്ങനെ വേണമെന്നും യോഗം തീരുമാനിക്കും. CMRL-മായി ബന്ധപ്പെട്ട് പണം കൈപ്പറ്റിയ UDF നേതാക്കൾ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം പോകുന്നതടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാകും. ഘട്ടം ഘട്ടമായി അന്വേഷണം വ്യാപിപ്പിച്ചാൽ മതിയെന്നാണ് നിലവിൽ എടുത്തിട്ടുള്ള തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്ന കേസിൽ ADGP MR അജിത് കുമാറിന്റെ ഓഫീസിൽ ജോലി ചെയ്ത 2 SI-മാരെ ഇന്ന് ചോദ്യം ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് ഉദ്യോഗസ്ഥർ ഹാജരായത്. ഗ്രേഡ് SI-മാരായ ഗിരീഷ്, ശ്രീകാന്ത് എന്നിവർക്കാണ് ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നത്. ക്രമസമാധാന ADGP-യുടെ ഓഫീസിൽ റിപ്പോർട്ടുകൾ പരിശോധിച്ചിരുന്നത് ഇവരായിരുന്നു.
എടിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് സർക്കാർ. മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനത്തിനും ഉത്തരവുണ്ട്. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനങ്ങൾ. CBI അന്വേഷണത്തെ എതിർത്തും പ്രതി PP ദിവ്യയെ അനുകൂലിച്ചും നവീൻ ബാബുവിനെ വിമർശിച്ചും പത്തനംതിട്ടയിലെ CPM നേതാക്കൾ രംഗത്തെത്തി. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ട് ഉടൻ തന്നെ വിജ്ഞാപനം പുറപ്പെടുവിക്കും. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ തീരുമാനം. കുറ്റപത്രമനുസരിച്ച് കേസിൽ CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PP ദിവ്യ മാത്രമാണ് ഏകപ്രതി. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഒപ്പം നിന്ന മുഖ്യമന്ത്രിക്ക് എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതായി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സഹോദരൻ പ്രവീൺ ബാബുവും പറഞ്ഞു. ആദ്യം തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം നിന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളോട് ആദ്യം തന്നെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളോടൊപ്പം നിന്ന കേരളത്തിലെ മുഴുവൻ നാനാ തുറകളിൽപ്പെട്ട ആൾക്കാരും എല്ലാവരോടും സപ്പോർട്ടിന് നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് ഒരു ഉത്തരവിറക്കിയ കേരള സർക്കാരിനോടും അതുപോലെ മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ഞങ്ങളോടൊപ്പം നിന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ് ഈ വേളയിൽ. അതോടൊപ്പം ഇനിയുള്ള അന്വേഷണം ഒരു സത്യസന്ധമായ അന്വേഷണം തന്നെ നടക്കട്ടെ, അതുമാത്രമാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അതേസമയം CBI അന്വേഷണം സംബന്ധിച്ച് പ്രതി PP ദിവ്യയെ അനുകൂലിച്ചും നവീൻ ബാബുവിനെ വിമർശിച്ചും പത്തനംതിട്ടയിലെ CPM നേതാക്കൾ രംഗത്തെത്തി. നവീൻ ബാബു ജീവനൊടുക്കിയത് കുറ്റബോധം കൊണ്ടാണെന്നും യാത്രയപ്പ് യോഗത്തിൽ അനുവാദമില്ലാതെ കയറി ചെന്നു എന്ന തെറ്റ് മാത്രമാണ് ദിവ്യ ചെയ്തതെന്നും ദിവ്യ തെറ്റുകാരിയല്ലെന്നും PB ഹർഷകുമാർ പറഞ്ഞു. CBI കൂട്ടിലടച്ച തത്തയാണെന്നും രാഷ്ട്രീയ പ്രതിയോഗികളെ ഒതുക്കാനുള്ള ആയുധമാണെന്നും CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും പ്രതികരിച്ചു. CBI അടച്ചിട്ട കൂട്ടിലെ തത്ത എന്ന നിലപാട് സുപ്രീം കോടതി ഒരു വേള കമന്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. CBIയെ സംബന്ധിച്ചിടത്തോളം CBI പലപ്പോഴും രാഷ്ട്രീയ പ്രതിയോഗികളെ ഒതുക്കാൻ വേണ്ടിയുള്ള ആയുധമായി CBI പ്രവർത്തിക്കുന്നു, ഭരണകൂടങ്ങളുടെ ഒരു ചട്ടുകമായി CBI പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം CPMഉം ഇടതുപക്ഷ പാർട്ടികളും പല സന്ദർഭങ്ങളിലും കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. അതേസമയം കേസ് ഏറ്റെടുക്കുന്നതിൽ ഇനി CBIയാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. CBI അന്വേഷണത്തെ CPM നേരത്തെ തന്നെ എതിർത്തിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലയിടം തീർത്ത് കുടിയൊഴിപ്പിക്കലിൽ സർക്കാരിന് ആശ്വാസം. നടപടികൾ ഈ മാസം 16 വരെ നിർത്തിവെക്കാൻ നിർദ്ദേശമുണ്ട്. ജൂൺ 9-നകം ഒഴിപ്പിക്കണമെന്ന പെരുമ്പാവൂർ കോടതി ഉത്തരവിനെതിരായ സർക്കാർ നൽകിയ ഹർജിയിലാണ് നടപടി. ഇനി സാവകാശം നൽകാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഒത്തുതീർപ്പിന്റെ ഭാഗമായി നാളെ എറണാകുളത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തും. മലയിടം തുരുത്തിലെ കുടിയൊഴുക്ക് വിഷയത്തിൽ സർക്കാരിന് ആശ്വാസം നൽകിക്കൊണ്ടാണ് ഈ മാസം 16 വരെ ഹൈക്കോടതി സമയം നീട്ടി നൽകിയത്. സുപ്രീം കോടതി ഉത്തരവ് പാലിക്കണം എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ടതിനാണ് കോടതി സർക്കാരിന് താൽക്കാലിക ആശ്വാസം നൽകിയത്. പോലീസ് സംരക്ഷണം നൽകണമെന്ന സിവിൽ കോടതിയുടെ ഉത്തരവ് ലഭിച്ച ശേഷം പോലീസാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സമാധാനപരമായി പ്രശ്നം പരിഹരിക്കുന്നതിന് കുറച്ചുകൂടി സമയം ആവശ്യമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സർക്കാർ നടത്തുന്നത് ആത്മാർത്ഥമായ ശ്രമം ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി 16-ാം തീയതി വരെ സമയം നീട്ടി നൽകിയത്. സുപ്രീം കോടതി ഉത്തരവ് കർശനമായി നടപ്പിലാക്കണമെന്നും സർക്കാരിന് ആശ്വാസമേകുവാനായിട്ട് സമയം നൽകുന്നതാണെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. സമാധാനപരമായി ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാൻ സർക്കാർ ശ്രമിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി സമയം അനുവദിക്കുന്നുവെന്നാണ് കോടതി അറിയിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവ്, ജീവൻ നഷ്ടമായതായി പരാതി. 46-കാരനായ നാദാപുരം വാണിമേൽ സ്വദേശി റിജിത്താണ് ഇന്ന് പുലർച്ചെ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. 10 മാസം മുൻപ് ഇടത് കിഡ്നിക്ക് പകരം വലതുവശത്ത് ശസ്ത്രക്രിയ ചെയ്തതോടെ രോഗിയുടെ നില വഷളായി എന്നാണ് പരാതി. വീണ്ടും ഇതേ രോഗിക്ക് ഇടതുവശത്ത് സമ്മതമില്ലാതെ ശസ്ത്രക്രിയ നടത്തിയെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഡോക്ടർക്ക് 5000 രൂപ കൈക്കൂലി നൽകിയെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. വൃക്കയിലെ കല്ല് നീക്കം ചെയ്യാനായി വാണിമേൽ പരപ്പുപാറ സ്വദേശിയായ 46-കാരൻ റീജിത്തിന് 2025 ഓഗസ്റ്റിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ആദ്യ ശസ്ത്രക്രിയ നടക്കുന്നത്. യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നത്. ഇടതുവശത്ത് നടത്തേണ്ടിയിരുന്ന ശസ്ത്രക്രിയ വലതുവശത്ത് അശ്രദ്ധമായി നടത്തിയെന്നാണ് പരാതി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 2 ഭാഗങ്ങളിലും പഴുപ്പും നീർക്കെട്ടുമുണ്ടായി. പക്ഷേ ഡോക്ടർമാർ രോഗിയെ അസുഖം ഭേദമാകുമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. രോഗിയുടെ നില വഷളായതിനെ തുടർന്ന് വീണ്ടും മെഡിക്കൽ കോളേജിലെത്തി. 2026 ഏപ്രിൽ 1-ന് ശസ്ത്രക്രിയ വീണ്ടും നടത്തണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. ബന്ധുക്കൾ ഇതിന് തയ്യാറായില്ല. എന്നാൽ സമ്മതമില്ലാതെ വീണ്ടും ഇടതുഭാഗത്തും രോഗിക്ക് ശസ്ത്രക്രിയ നടത്തിയെന്ന ബന്ധുക്കൾ.
അപ്പോൾ എന്താ സർജറി എന്ന് വെച്ചപ്പോൾ സർജറി നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ ചെയ്യൂല എന്നാണ്, സർജറി ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യൽ നിർബന്ധമാണ്, പിന്നെ സർജറി ചെയ്താൽ മതിയാവുമെന്നാണ്. അപ്പോൾ എന്താ കാരണം വെച്ചപ്പോൾ സർജറി ചെയ്യണോ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെയ്യൂല, ഞങ്ങളൊന്നും വാങ്ങിത്തരില്ലെന്നാണ്. ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല, കൺസെൻറ്റും കൊടുത്തില്ല. കൺസെൻറ്റ് കൊടുക്കാതെ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വീണ്ടും തുളച്ച് പഴുപ്പിട്ടിട്ട് വീണ്ടും ഇറങ്ങി വന്നു. ഇത് രണ്ടും കൂടി പഴുത്ത് കുറേ ആഴ്ചയ്ക്ക് വന്ന് മരുന്ന് വെക്കൂ, സാധാരണ എല്ലാവർക്കും ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഡോക്ടർ ഒഴിവാക്കൂ. അവർ പറഞ്ഞ് ഇപ്പുറത്ത് പഴുപ്പെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് തുളച്ചതെന്നാണ് പറഞ്ഞത്. സർജറി ചെയ്തത് പറഞ്ഞില്ല. ഇപ്പുറത്ത് ഒരു പൈപ്പ് ഇട്ടല്ലോ, അതെന്താണ് പൈപ്പ് ഇട്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇപ്പുറത്തെ കിഡ്നിയിൽ നിന്ന് പഴുപ്പെടുക്കാൻ വേണ്ടി ഇപ്പുറത്തേക്ക് ഇട്ടതാണ്. അങ്ങനെയാണ് പറഞ്ഞത് നമ്മളോട്. സർജറി നിന്ന് പിന്നെ മലബാർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ മനസ്സിലായി. ഡോക്ടർമാർ രോഗിയെ കാര്യമായി ശ്രദ്ധിക്കുന്നില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ വേണുഗോപാൽ ഡോക്ടറുടെ വീട്ടിലെത്തി 5000 രൂപ നൽകിയെന്നും ബന്ധുക്കൾ പറയുന്നു. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു ഡോക്ടർക്ക് പൈസ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഡോക്ടർ വന്ന് ചെയ്യാത്തത്. അങ്ങനെ വീട്ടിൽ പോയി 5000 രൂപ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വീണ്ടും വന്നിട്ട് വീണ്ടും പഴുത്ത് കഴിഞ്ഞ ദിവസം മലബാറിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിച്ച് കാഷ്വാലിറ്റിയിൽ ICU ഇല്ല, ഇവിടെ ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നിപ്പിച്ചു. 2 ദിവസം പുറത്തിപ്പിച്ചു. അപ്പോഴേക്കും ആൾ വയലൻ്റായി. ഇത് വല്ലാണ്ട് വീക്കായി, ബോഡി വീക്കായപ്പോൾ ICUലേക്ക് മെഡിക്കൽ ICUലേക്ക് മാറ്റി. മെഡിക്കൽ ICU പിറ്റേന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. അപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് മരണപ്പെട്ടു. റീജിത്തിനെ 1 മാസം മുൻപ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് അസ്ഥിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ മുറിവുണ്ടായതാണ് പഴുപ്പിന് കാരണമെന്ന് അറിയുന്നത്. ശരീരത്തിന്റെ ഇരുവശത്തും ശസ്ത്രക്രിയ നടത്തിയത് അനാവശ്യമായിരുന്നു എന്നും സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു. ഒരാഴ്ചയായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന റീജിത്ത് ഇന്ന് പുലർച്ചെയാണ് വെന്റിലേറ്ററിൽ വെച്ച് മരണപ്പെടുന്നത്. ചികിത്സാ പിഴവെന്ന പരാതിയുമായി ബന്ധുക്കൾ 3 ദിവസം മുൻപ് സൂപ്രണ്ടിനും മെഡിക്കൽ കോളേജ് പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. എന്നാൽ ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നാണ് സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ സുനിൽകുമാർ പറയുന്നത്. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ശസ്ത്രക്രിയ നടത്തിയത് കുടുംബത്തിന്റെ അനുമതിയോടെയാണെന്നും ചികിത്സയ്ക്കെത്തുന്നതിന് മുൻപേ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നുവെന്നും യൂറോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മണികണ്ഠൻ പ്രതികരിച്ചു. മരിച്ച റീജിത്ത് ഗുരുതര വൃക്കരോഗിയാണ്. ഏപ്രിലിൽ പഴുപ്പ് മാത്രമാണ് നീക്കം ചെയ്തത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയുടെ കാലിൽ പുഴുവരിച്ച സംഭവത്തിൽ ഡ്യൂട്ടി ഡോക്ടർക്ക് സസ്പെൻഷൻ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടർമാരുടെ അവഗണനയാണ് പുഴുവരിക്കാൻ കാരണമായതെന്നും ഡ്രസ്സ് ചെയ്ത മുറിവ് കൃത്യമായ ഇടവേളയിൽ പരിശോധിക്കാനോ പുതിയതായി ഡ്രസ് ചെയ്യാനോ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ തയ്യാറായില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്യൂട്ടി ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത്. വിശദമായ അന്വേഷണത്തിന് വീണ്ടും ഉന്നതതല സമിതിയെ നിയോഗിക്കും.